നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസവിച്ച് വളർത്തിയതിനടക്കം 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തിട്ടാ എന്റെ അമ്മ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതും അയാള് പറഞ്ഞിട്ട്. ജോർജിലാ താമസം. അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത്. ആകെ ഉണ്ടായിരുന്നൊരു ജോലിയാ. മുന്നറിയിപ്പില്ലാതെ ആബ്സെന്റ് ആവുന്നു പറഞ്ഞിട്ട് സസ്പെൻഷൻ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കും. ഇപ്പം അറിയാം എനിക്ക് അതും വയ്യാ തീരുമാനവും. അതോടെ ഇപ്പൊ രാജീവ് രംഗനാഥന്റെ പേരിന്റെ കൂടെ അഹങ്കാരത്തോടെ ചേർത്ത് വെച്ചിരുന്ന കോളേജ് ലെക്ചർ എന്ന ലേബൽ അങ്ങെടുത്ത് മാറ്റാം. പിന്നെ ഈ രാജീവ് രംഗനാഥ് പൂജ്യമാ, ഒറ്റ പൂജ്യം. എന്നെ അവസ്ഥയിൽ എത്തിച്ച്. അതുകൊണ്ടൊന്നും പോരാ അവക്ക്. ഇനി ഭൂമിക്കടിയിലേക്ക് ചവിട്ടി അങ്ങ് താഴ്ത്തണം. അതിന് വേണ്ടിയിട്ട് ഈ ആത്മഹത്യാ ശ്രമം. മനസ്സിലായോ? ശാരീന്ദ്രനെ ജീവനൊടുക്കിയെന്ന് ചോദിച്ച ബാക്കിയുള്ളവർ പറയുമല്ലോ. നിഷ്ഠൂരനായ ഭർത്താവിന്റെയും അയാളുടെ അമ്മയുടെയും അമ്മാവന്റെയും ഗാർഹിക പീഡനം. ശ്രീധരൻ ആവശ്യപ്പെട്ട് രക്തരക്ഷസുകളെ പോലെ അഴിഞ്ഞാടിയ ഭീകര തത്വങ്ങൾക്ക് ശേഷ ജീവിത ശിക്ഷ ജയിൽവാസം. അവിടെ കിടന്ന് നരകിച്ച് ചാവണം. എന്നെ ശിക്ഷിച്ച പോരേടോ. എന്തിനാണോ ഹൃദ്രോഗിയായ എന്റെ അമ്മയും ആ പാവം പിടിച്ച അമ്മാവനെ ശിക്ഷിക്കുന്നത്? എടോ, എനിക്ക് ജന്മം തന്നതിനും വളർത്തി വലുതാക്കിയതിനൊക്കെ അവര് ജയിലിൽ കിടന്ന് ശപിക്കണോ അല്ലേ? അതൊക്കെ ഇപ്പോഴേ ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന് അയാളത്തെ പറഞ്ഞേക്ക്. രാജീവ് രംഗനാഥ് തീർന്നെന്ന് അറിയിച്ചേക്ക്. സാറേ, ഇനിയൊരു ആത്മഹത്യ ഉണ്ടെന്ന് നെഞ്ചു പിളർക്കണ്ട. ഈ ജീവിതം തന്നെ ശിക്ഷയായിരിക്കുക രാജീവിന്. സാറേ, താൻ കേട്ടിട്ടുണ്ടോ? പണ്ടേ നീ തുലയുന്നു, വിളക്കം കെടുത്തുന്നു. പണ്ടിനോട് പോയി പറഞ്ഞേക്ക് വിളക്ക് കെട്ട് കഴിഞ്ഞെന്ന്. ഇനി തൊലയ്ക്കാൻ നിക്കണ്ട. സാറേ, സാറേ, ഇങ്ങനെ കുടിക്കുന്നതാണ് എല്ലാത്തിനും പരിഹാരം. എടോ, മദ്യവും പെണ്ണും ഒരുപോലെ എന്നുവെച്ചാ രണ്ടും ഒരുപോലെ മയക്കും, കരളെടുക്കും. പക്ഷേ പെണ്ണിനേക്കാളും ഡീസൻസിയുണ്ടോ മദ്യത്തിന്. ഇത് അപകടകാരിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പെണ്ണത് പറയത്തില്ല. അവളുടെ പുഞ്ചിരിയില് ഒരു ചതി അവൾ ഒളിപ്പിച്ചു വെച്ചേക്കും. അതുകൊണ്ട് മദ്യത്തെ സ്നേഹിക്കാം, മനസ്സറിഞ്ഞ് സ്നേഹിക്കാം. ഇയാള് പോണോ? പോയി വേറെ പണിയെ നോക്ക്. ചെയ്തിടത്തോളം മാർഗങ്ങൾക്കൊക്കെ നന്ദി. ഇനിയും ആ സാധനത്തിനടുത്ത് എന്റെ തലയെടുത്ത് വെച്ചേട്ടാൻ വരില്ലേ? ഞാൻ വഴിയിൽ ജീവിച്ച് പൊക്കോട്ട് പ്ലീസ്. യാർക്കാക ഇത് യാർക്കാക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.